അല്ല, അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് പറഞ്ഞത് യു ഡി എഫ് എന്നും കോൺഗ്രസും നോക്കിയാണ്, ജീവിതത്തിൽ നിന്നല്ലല്ലോ. കോൺഗ്രസ് അതിൽ ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരോപണം വന്നപ്പോൾ, തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ആരോപണം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻഷിപ്പിൽ നിന്ന് പുറത്താക്കി. അതുപോലെ കോൺഗ്രസിൻ്റെ UDF പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് പോലീസിൽ കേസ് വന്നു, FIR ഇട്ടപ്പോൾ അയാൾ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കി. അതൊരു പാർട്ടിയുടെ മാന്യതയാണ്. അതിലപ്പുറം ഒരു പാർട്ടിക്ക് എന്താ ചെയ്യാൻ കഴിയുക? നേരെ മറിച്ച് ഇത്തരം അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി വല്ലതും ചെയ്തോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. ആഴ്ചകളായി അവർ ജയിലിലാണല്ലോ. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടൊന്നുമല്ല അവർ ജയിലിലിട്ട്. മോഷണത്തിനാണ്, ദൈവസന്നിധിയിൽ മോഷണം നടത്തിയതിന്. മാർക്സിസ്റ്റ് പാർട്ടി എന്താ ഒന്നും ഇണ്ടാത്തത്? ഒരു യോഗത്തിൽ ഇനി അവർ പങ്കെടുക്കേണ്ട എന്തെങ്കിലും പറഞ്ഞോ? സ്ത്രീ ലംബട എന്നല്ലേ ഇയാൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കാണ്. ആ സ്ത്രീലംബടം അദ്ദേഹം ഉപയോഗിച്ച വാക്കായി ഉപയോഗിക്കുന്നത്. ഇനി എൻ്റെ പേര് തലയിൽ ആ ആരോപണം ഉന്നയിക്കപ്പെട്ട നേരിടേണ്ടി വന്ന എത്ര ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്? ശ്രീ മുകേഷ്, അദ്ദേഹത്തിൻ്റെ പേരിൽ FIR ഇട്ടിട്ടുണ്ട്. കുറ്റപത്രം അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ CPM അല്ലെങ്കിൽ LDF പാർലമെൻ്ററി പാർട്ടിയിൽ പങ്കെടുക്കേണ്ട എന്നൊരു വാക്ക് പോലും മുകേഷിനോട് പറഞ്ഞോ? എത്ര നേതാക്കന്മാർ ഇങ്ങനെ ആരോപണങ്ങൾ ഒളിക്യാമറ വെച്ച് ദുരുപയോഗം ചെയ്തു എന്ന് പറയപ്പെട്ട ആളുകളെ പോലും അതിനുശേഷം ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തത്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് ഇത്തരം കാര്യങ്ങൾ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതൊക്കെ നിങ്ങളെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. കോൺഗ്രസ്സിന് ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായ അഭിപ്രായമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. UDF ആ കാര്യത്തിൽ ഏകാഭിപ്രായമുള്ളൂ.